ജനകൻ എല്ലാവരുടെയും മുമ്പാകെ അർത്ഥനാരൂപത്തിൽ നിന്നു. വസിഷ്ഠൻ അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിച്ച് അനുമതി നൽകി. ജനകൻ അപ്പോൾ തന്റെ വിവരണം തുടർന്നു. ബ്രഹ്മർഷേ, ആരാധ്യനായ ആചാര്യന്മാരെ, ദശരഥ മഹാരാജാവേ, വളരെ പുരാതന കാലത്തുനിന്നും ഒട്ടും വ്യതിചലിക്കാതെ രാജ്യം ഭരിച്ചിരുന്ന നിമി എന്നൊരു ചക്രവർത്തിയുണ്ടായിരുന്നു. അദ്ദേഹം ധർമ്മപദത്തിൽ ശക്തിക്കും ദീർഘദർശിതത്തിനും പ്രസിദ്ധി നേടി. അദ്ദേഹത്തിന്റെ പുത്രൻ മിഥില എന്ന നഗരി നിർമ്മിച്ച് തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി. ഈ പ്രദേശത്തെ ആദ്യത്തെ സ്വതന്ത്ര രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണം വളരെ ജനസമ്മതി നേടി. അദ്ദേഹത്തിന്റെ പ്രജകൾ സന്തുഷ്ടരും ക്ഷേമാഭിവൃദ്ധിയുള്ളവരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ സുധാവസു, അദ്ദേഹത്തിന്റെ മകൻ നന്ദിവർദ്ധനൻ. നന്ദിവർദ്ധനന്റെ മകനാണ് സുകേതു. സുകേതുവിന്റെ മകൻ ദേവരഥൻ. ദേവരഥന് ബൃഹദ്രഥൻ എന്നൊരു പുത്രനുണ്ടായി. ബൃഹദ്രഥന്റെ പുത്രൻ മഹാവീരൻ. സ്വന്തം പേര് സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹം മഹാപരാക്രമിയായിരുന്നു. അദ്ദേഹത്തിന് സുധൃതി എന്ന പുത്രനുണ്ടായി. സുധൃതിയുടെ പുത്രൻ ധൃഷ്ടകേതു. ധൃഷ്ടകേതുവിന്റെ പ്രസക്തനായ പുത്രൻ ഹര്യശ്വൻ. ഹര്യശ്വന് മാരു എന്ന പുത്രൻ ജനിച്ചു. മാരുവിന്റെ മകൻ പ്രതീന്ധകൻ. പ്രതീന്ധകന്റെ മകൻ കീർത്തിരഥൻ. കീർത്തിരഥന് ദേമീഢൻ എന്നൊരു പുത്രനുണ്ടായി. ദേമീഢന്റെ പുത്രനാണ് വിബുധൻ. വിബുധന്റെ പുത്രൻ കീർത്തിരഥൻ. കീർത്തിരഥന്റെ മകൻ മഹാറോമൻ. മഹാറോമന്റെ പുത്രൻ ഹ്രസ്വരോമൻ. അദ്ദേഹം മതിപ്രഭാവമുള്ളൊരു ഭരണകർത്താവും വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു. അദ്ദേഹം മഹാത്മാ എന്ന് പ്രകീർത്തിക്കപ്പെട്ടു. അദ്ദേഹമാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ഒരു ആദർശപുരുഷനായിരുന്നുവെന്ന് പറയുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. സത്യമിതാണ്, എന്റെ പൂർവ്വപിതാക്കന്മാർ ഗുണോത്കർഷവും മതിപ്പും നേടി. പൈതൃകമെന്ന നിലയിൽ ഞങ്ങൾക്ക് കൈമാറിയതിന്റെ ഫലമായിട്ടാണ് ഞാൻ സന്തോഷത്തോടുകൂടി ഇന്ന് മിഥിലാനഗരിയിൽ ഭരണം നടത്തുന്നത്. എന്റെ ഭ്രാതാവ് കുശധ്വജൻ എനിക്കൊരു സഹോദരനേക്കാൾ അപ്പുറമുള്ള ആളാണ്. ഞാൻ അവനെ ദിവ്യത്വമുള്ളൊരു വ്യക്തിയായി ആദരിക്കുന്നു. അവൻ ഒരു സഹോദരനേക്കാൾ സുഹൃത്താണെനിക്ക്. ഞാൻ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അവനെ പോറ്റി വളർത്തിയത്. അതിന്റെ ഫലമായി അത്രയും വലിയ താൽപ്പര്യവും ബന്ധവും എനിക്കവനോടുണ്ട്. വർഷങ്ങൾക്കു മുമ്പ് ശാക്യാസിയിലെ രാജാവ് ഞാൻ ശിവധനുസ് അദ്ദേഹത്തിന് അടിയറ വയ്ക്കണമെന്നും അല്ലാത്തപക്ഷം യുദ്ധത്തിൽ അദ്ദേഹത്തെ നേരിടണമെന്നും ആവശ്യപ്പെട്ടു. ഞാനതു പ്രകാരം ചെയ്തില്ല. അദ്ദേഹം മിഥിലയെ ആക്രമിച്ചു. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ കൊടിയടയാളമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ സുധന്മാവ് വധിക്കപ്പെട്ടു. ഞാൻ എന്റെ ഭ്രാതാവിനെ ശാക്യാസിയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ഇക്ഷുമതീതീരത്ത് ആ നഗരം വെട്ടിത്തിളങ്ങിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. അത് ദൂരത്തുനിന്ന് കണ്ടാൽ പുഷ്പകവിമാനം പോലെ പ്രസിദ്ധിയുള്ള ദേവന്മാരുടെ ദിവ്യരമണികളിലൊന്നിനെ അനുസ്മരിപ്പിക്കും. ദേവന്മാർ എന്നിൽ പ്രചോദിപ്പിച്ച മറ്റൊരു ശുഭാശയത്തെപ്പറ്റി ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. ഈ വിവാഹാഘോഷത്തിന്റെ ആനന്ദത്തിൽ പങ്കുകാരാവാൻ ഞാൻ അവനെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ബ്രഹ്മർഷേ, രാമൻ സീതയെയും ലക്ഷ്മണൻ എന്റെ മറ്റേ മകളായ ഊർമിളയെയും വിവാഹം ചെയ്യണമെന്നും അങ്ങ് ആജ്ഞാപിച്ചു. അമേയമായ ആനന്ദത്തോടുകൂടി ഞാൻ ആ ആജ്ഞ സ്വീകരിക്കുന്നു. സീത ഒരു ദിവ്യകന്യകയാണ്. ഒരു മഹാപരാക്രമിക്കുള്ള പാരിതോഷികമെന്ന നിലയിൽ അവൾ രാമനെ വരിക്കട്ടെ. അത്യന്തം വിനീതനായും സന്തുഷ്ടനായും നമ്രശിരസ്കനായും ഞാൻ ഊർമിളയെ ലക്ഷ്മണന് നൽകുന്നു. നിങ്ങളുടെ പരിഗണനയ്ക്കായി എനിക്ക് മറ്റൊരു നിവേദനം കൂടി ഇപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട്. ദശരഥ മഹാരാജാവേ, ദിവ്യാനുഗ്രഹത്തിന്റെ ഫലമായി അങ്ങേക്ക് 4 പുത്രന്മാരുണ്ട്. എന്തിനാണ് 2 കുട്ടികളെ അവിവാഹിതരായി നിർത്തുന്നത്? അവരുടെ വിവാഹവും കൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം പരിപൂർണമാകും. ഇന്ന് മകം നക്ഷത്രമാണ്. വിവാഹത്തെ സംബന്ധിച്ച പ്രാരംഭകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ന് ശുഭദിനമാകുന്നു. നാളെ ഉത്രം ഫാൽഗുനി നക്ഷത്രത്തിൽ എന്റെ സഹോദരന്റെ പുത്രിമാരായ മാണ്ഡവിയെ, ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും ദാനം ചെയ്യുന്നതിന് ഞാൻ നിങ്ങളുടെ അനുമതിക്ക് അപേക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആ വലിയ സദസ്സിലെ ഓരോരുത്തരും അതിനെ പുകഴ്ത്തി ശുഭം ശുഭം എന്നു പറഞ്ഞു. അവരുടെ കരഘോഷം ആകാശത്തെ ഭേദിച്ചു. ഭരതന്റെയും ശത്രുഘ്നന്റെയും വിവാഹത്തെ സംബന്ധിച്ച അഭിപ്രായം ജനകചക്രവർത്തി പ്രകടിപ്പിച്ചപ്പോൾ മഹർഷിമാരായ വസിഷ്ഠൻ, വാമദേവൻ, വിശ്വാമിത്രൻ എന്നിവരും മറ്റുള്ളവരും തമ്മിൽ ആലോചന നടത്തി ദശരഥനെക്കൊണ്ട് എളുപ്പത്തിൽ സമ്മതിപ്പിച്ചു. അവർ ജനകനെ ഇപ്രകാരം അറിയിച്ചു: അല്ലയോ രാജാവേ, ഇക്ഷ്വാകു, വിദേഹം എന്നീ 2 ഗോത്രങ്ങളും പവിത്രമായ പാരമ്പര്യം പൂർണ്ണമായിട്ടുള്ളവയാണ്. അവയുടെ പരിശുദ്ധി അമേയമത്രേ. എത്ര പണ്ഡിതനായാലും പ്രാപ്തനായാലും ഒരാൾക്ക് തന്നെ ഈ 2 വംശങ്ങളുടെ വലിപ്പം അളക്കുവാനും വർണ്ണിക്കുവാനും കഴിയുകയില്ല. ഇത്രയും ഉയർന്ന അന്തസ്സുള്ളതോ കുലീനത്വത്തിൽ ഇതിനു തുല്യമാ നെന്ന് പറയാവുന്നതോ ആയ 2 വംശങ്ങളും ഇപ്പോൾ വിവാഹബന്ധം കൊണ്ട് കൂട്ടിയണക്കുന്നത് തീർച്ചയായും വളരെ ശുഭകരമായൊരു സംഭവമാണ്.
ഇത് വളരെ വളരെ ഉചിതവും സ്തുത്യർഹവും ശുഭവുമാണ്. കൂടുതലായി വധൂവരന്മാർ സർവഥാ അനുരൂപന്മാരാണെന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാകുന്നു. അങ്ങയുടെ സഹോദരൻ കുശതജൻ ധർമ്മബോധമുള്ള ആളും ധർമാനുഷ്ഠാനത്തിൽ ദത്തശ്രദ്ധനുമാണ്. അദ്ദേഹവും തന്റെ പുത്രിമാരുടെ വിവാഹം വഴി ദശരഥനുമായി ബന്ധപ്പെടുകയാണെന്നും സത്യത്തിൽ നല്ലതുതന്നെ. ഇത് അത്യനന്ദത്തിന്റെ ഉറവിടവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രിമാരായ മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ഭരതനും ശത്രുഘ്നങ്ങൾ വഴി ഈ രാജവംശങ്ങൾ തമ്മിലുള്ള വിവാഹവും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വിവാഹങ്ങൾ വഴി ഈ രാജവംശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പമോ ഉള്ളതാവട്ടെ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിലുള്ള സന്തോഷത്തോടുകൂടി ജനകനും കുശതജനും മഹർഷിമാരുടെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. അവർ പറഞ്ഞു, ഇതൊരു സാധാരണ സംഭവമൊന്നുമല്ല. ഈ പൂർത്തീകരണം കൊണ്ട് നാം അനുഗ്രഹീതരായിരിക്കുന്നു എന്നതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. മഹർഷിമാർ ഈ അഭിപ്രായത്തോടു യോജിച്ചതും അതിന്റെ പ്രായോഗികതയ്ക്കുള്ള മാറ്റം അക്ലിഷ്ടമാക്കിയതും എത്ര ഭാഗ്യമാണ്. മഹർഷിമാർ ഒരിക്കലും അശുഭകാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞങ്ങൾ അത്യാദരപൂർവം ഭവാന്മാരുടെ എല്ലാ ആജ്ഞകളും അനുസരിക്കുന്നതാണ്. അനന്തരം വസിഷ്ഠൻ പറഞ്ഞു, വേണ്ട, നാം എന്തിനാണ് ഈ വിവാഹങ്ങൾ മറ്റന്നാളേക്കോ മറ്റു വല്ല തീയതിക്കോ മാറ്റിവെക്കൂ. നത് ഇതിനെല്ലാം പറ്റിയ ശുഭദിനമാണ് നാളെ. ഈ 4 വിവാഹങ്ങളും ഒരേ ദിവസത്തന്നെ നടത്തപ്പെടുന്നത് നന്നായിരിക്കും. ജനകൻ മറുപടി പറഞ്ഞു, ഞാൻ അനുഗ്രഹീതനായി തീർച്ചയായും ഗുണനിലയനമായ ഗുരോ, അങ്ങ് കൽപ്പിക്കുന്നതെന്തും അനുഷ്ഠിക്കുന്നയാളും ദീർഘകാലമായി അങ്ങയുടെ ശിഷ്യനുമാണ് ദശരഥ മഹാചക്രവർത്തി. സഹോദരന്മാരായ ഞങ്ങളും ഈ ദിവസം മുതൽ അങ്ങയുടെ ശിഷ്യന്മാരാണ്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ചുമലിലാണുള്ളത്. എങ്ങനെ മുന്നോട്ടു പോകണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരിക. ഞങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കും. തികഞ്ഞ വിനയത്തോടും സമാദരത്തോടും കൂടി കൈകൂപ്പിക്കൊണ്ട് അവർ മഹർഷിയുടെ മറുപടി പ്രതീക്ഷിച്ചു നിന്നു. ഇതു കേട്ടപ്പോൾ ദശരഥൻ എഴുന്നേറ്റുനിന്നു പറഞ്ഞു, മിഥിലാധിപനായ രാജാവേ, നിങ്ങൾ രണ്ടുപേരിലും ഞാൻ കാണുന്ന സദ്ഗുണങ്ങൾ എനിക്ക് വാക്കുകളാൽ വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഇവിടെയെത്തി ഇത്രയും രാജാക്കന്മാരെയും മഹർഷിമാരെയും ഈ നഗരത്തിൽ തിങ്ങിക്കൂടിയ പുരുഷാരത്തെയും സ്വീകരിക്കുന്നതിലും താമസസൗകര്യം ഏർപ്പെടുത്തുന്നതിലും നിങ്ങൾ നല്ല സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ വസതിയിലേക്ക് പോയി വേദോക്തപ്രകാരം നന്ദിയെയും സമാവർത്തനത്തെയും സംബന്ധിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അദ്ദേഹം ആ സഭാതലം വിടുമ്പോൾ ജനകനും സഹോദരനും യഥോചിതം ആദരിക്കുകയും പ്രധാന പ്രവേശനദ്വാരത്തിൽ വെച്ച് അവരുടെ അന്തസ്സിന് യോജിച്ച വിധം വിടവാങ്ങുകയും ചെയ്തു. അനന്തരം അവർ തങ്ങൾ ചെയ്യേണ്ട ജോലി തീർക്കുന്നതിനായി സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോയി. ദശരഥൻ നന്ദികർമ്മം അനുഷ്ഠിച്ചു. അതിരാവിലെ തന്നെ 4 പുത്രന്മാരെക്കൊണ്ടും സമാവർത്തന കർമ്മവും ചെയ്യിച്ചു. പാൽ കറക്കാനുള്ള വിലപ്പെട്ട പാത്രങ്ങളോടുകൂടി സാത്വികദ്വിജന്മാർക്ക് ദാനം ചെയ്യാൻ തെരഞ്ഞെടുത്ത് പശുക്കളുടെ കൊമ്പിൽ അദ്ദേഹം സ്വർണ്ണഭരണങ്ങൾ ഉറപ്പിച്ചു. കുട്ടികൾ പശുക്കളെ ദാനം ചെയ്യുന്ന രംഗം നയനാനന്ദകരമായിരുന്നു. 4 ദിക്കിലുമുള്ള ദേവന്മാർ ബ്രഹ്മാവിനോടുകൂടി അവരുടെ മുമ്പിലുണ്ടെന്ന് മിഥിലയിലെ പൗരന്മാർക്ക് തോന്നി. ദശരഥൻ ചുറ്റും 4 പുത്രന്മാരെ കണ്ടപ്പോൾ അങ്ങനെയാണവർക്കും തോന്നിയത്. ഈ ദാനം നടന്നുകൊണ്ടിരിക്കെ ഭരതന്റെ മാതാവായ കൈകേയിയുടെ സഹോദരനും കേകയത്തിലെ രാജകുമാരനുമായ സുധാജിത്ത് അവിടെ എത്തിച്ചേർന്നു. സുധാജിത്തിന്റെ പിതാവിന് തന്റെ പൗത്രനായ ഭരതനെ കുറേ ദിവസം കൂടെ താമസിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ താൻ അയോധ്യയിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. രാമന്റെ വിവാഹത്തിന് മിഥിലയിലേക്ക് പോയ വിവരവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. തനിക്കുമത് നടക്കുകയാണെന്നേ അറിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് താൻ മിഥിലയിലേക്ക് വന്നതാണ്. വിവാഹഘോഷത്തിൽ പങ്കെടുക്കുകയും മുത്തച്ഛൻ പൗത്രനെ കുറേക്കാലം ഒപ്പം താമസിപ്പിക്കണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്യാം. ഈ ഘട്ടത്തിൽ സുധാജിത്തിനവിടെ എത്തിച്ചേരാനിടയായതിൽ ദശരഥൻ സന്തുഷ്ടനായി. വിവാഹ ഒരുക്കങ്ങൾ. അന്നുരാത്രി സന്തോഷകരമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ദശരഥൻ മക്കളോടും മറ്റുള്ളവരോടും വളരെ പ്രിയമായി സംസാരിച്ചു. അന്ന് ആ താവളത്തിൽ ആരും ഉറങ്ങിയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരന്മാരുടെ വിവാഹഘോഷം ദർശിക്കുവാനായി ആനന്ദകരമായ ദിവസം പുലരുന്നതും നോക്കി അക്ഷമരായിരിക്കുകയായിരുന്നു എല്ലാവരും. തന്റെ സ്വന്തം മകനാണ് വരനെന്നും അല്ലെങ്കിൽ സ്വന്തം മകളാണ് വധുവെന്നുമുള്ള രീതിയിൽ സർവരും ആഹ്ലാദിതരായിരുന്നു. അവരുടെ ആനന്ദത്തെ ബ്രഹ്മാനന്ദത്തോടുപമിക്കാം. അതായിരുന്നു രാമനോടും സഹോദരന്മാരോടും അവർക്കുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അളവ്. അതിരാവിലെ ജനകൻ വിവാഹകർമ്മം നടത്താനുള്ള പ്രത്യേക വേദിയിലേക്ക് ചെന്നു. അദ്ദേഹത്തിനൊണിച്ചു ആധ്യാത്മിക ജ്യോതിസ് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം മഹർഷിമാരുണ്ടായിരുന്നു. അദ്ദേഹം അനന്തരം പ്രാരംഭക്രിയകളെല്ലാം മുഴുമിച്ച് വരന്മാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ആചാരപ്രകാരമുള്ള കുളികഴിഞ്ഞ് മഞ്ഞപ്പട്ടുകൾ ധരിച്ച് തലയിലും പട്ടുവസ്ത്രം ചുറ്റിക്കെട്ടി. അവർ വജ്രക്കല്ലുകളും ഇന്ദ്രനീലക്കല്ലുകളും പതിച്ച ആഭരണങ്ങളും അണിഞ്ഞിരുന്നു. അവർ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിവന്ന സർവവശ്യമായ സൗന്ദര്യമുള്ള ദേവന്മാരാണെന്ന അഭിപ്രായം ഭ്രഷ്ടാക്കളിൽ ജനിപ്പിച്ചു.
വിജയ എന്നറിയപ്പെടുന്ന ശുഭമുഹൂർത്തം അടുത്തുവരികയായിരുന്നു. ആകാശത്തോളമെത്തിയ മധുരഗാനാലാപം, സ്വർഗത്തിന്റെ കൂടുഗോപുരം വരെയെത്തിയ സംഗീതം, സ്വന്തം ഉപകരണങ്ങളിൽ കൂടി പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഗായകന്മാരോടൊപ്പം അവർ വിവാഹവേദിയെ സമീപിച്ചു. കൊട്ടാരത്തിലെ സഭാംഗങ്ങൾ, സാമന്തരാജാക്കന്മാർ, രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണനാണയങ്ങൾ, വിവാഹഘോഷത്തിനാവശ്യമുള്ള മറ്റു ശുഭവസ്തുക്കളെല്ലാം വഹിച്ചുകൊണ്ടുള്ള പരിചാരകന്മാർ എന്നിവരെല്ലാം അവരെ അനുഗമിച്ചു. ബഹുജനം കണ്ണീമയ്ക്കാതെ അവരുടെ സൗന്ദര്യവും പൗരുഷവും നോക്കിനിന്നു. അവരുടെ ആകപ്പാടെയുള്ള സ്ഥിതിയും അന്തസ്സും കാണുമ്പോൾ അവർ കേവലം മനുഷ്യരല്ല, ദിവ്യതയുള്ളവരാണെന്ന് തോന്നുന്നുവെന്ന് അവരന്യോന്യം പറഞ്ഞു. അവർ ആശ്ചര്യപൂർവ്വം വെളിപ്പെടുത്തി, ഹാ, എന്തു ചന്തം, എന്തു വശ്യത, സൗന്ദര്യത്തിന്റെ എന്തൊരുദ്ഗമനം! എല്ലാവരും ആശ്ചര്യപൂർണരായി. പ്രേക്ഷകരുടെ തടിച്ച നിരകൾക്കിടയിൽ കൂടി വരന്മാർ നടന്നുപോയപ്പോൾ അവർ സ്വയം മന്ത്രിച്ചു, അവർ സ്വർഗവാസികളാണ്, ഭൂമിയിലേക്കിറങ്ങി വന്നതാണ്. തങ്ങളിത്രയും ചന്തമുള്ള രാജകുമാരന്മാരെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സ്ത്രീകൾ സത്യം ചെയ്തു പറഞ്ഞു. ഓരോ ജാലകവും മട്ടുപ്പാവും ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഒടുവിൽ രാജകുമാരന്മാർ വിവാഹവേദിയിലെത്തി അവിടെയിരുന്നു. അനന്തരം ജനകനും ഭ്രാതാവായ കുശധ്വജനും അവരുടെ പുത്രിമാരെ വിവാഹവേദിയിലേക്ക് ആനയിച്ചു. അവർ ആചാരപ്രകാരമുള്ള സ്നാനം കഴിച്ചിരുന്നു. വിവാഹദിവസം വധുക്കൾക്കുചിതം വിധം അവർ അലങ്കൃതകളായിരുന്നു. അവർ മുടുപടം ധരിച്ചിരുന്നു. പിതാക്കന്മാരെ അനുഗമിച്ചിരുന്ന അവരോടൊന്നിച്ച് ആയിരക്കണക്കിൽ തോഴിമാരുമുണ്ടായിരുന്നു. തോഴിമാർ പഴങ്ങൾ, പുഷ്പങ്ങൾ, ചുവപ്പും മഞ്ഞയുമായ കാന്തിവർദ്ധകങ്ങളായ പരിമളവസ്തുക്കളുടെ കൂട്ടം, ധാന്യമണികൾ, രത്നാഭരണങ്ങൾ, രത്നക്കല്ലുകൾ എന്നിവയെല്ലാം വഹിച്ചിരുന്നു. വിവാഹോത്സവത്തിൽ മിഥിലയിലെ നിധികൾ മുഴുവൻ വെട്ടിത്തിളങ്ങുന്ന അരുവികളായി പ്രവഹിക്കുകയാണെന്നു തോന്നി. 4 വധുക്കളും വിശിഷ്ട ദീപങ്ങൾ പോലെ വിളങ്ങിയിരുന്നു. അവർ അഭിമുഖമായിരുന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ ഒരു ഭാഗത്തും, സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവർ മറുഭാഗത്തും. അവർക്കിടയിൽ മറയായി ഒരു പട്ടുവസ്ത്രം പിടിച്ചിരുന്നു. അയോധ്യയിലെ പൗരന്മാരും അവിടുന്ന് വന്ന കുലസ്ത്രീകളും ദശരഥന് പിന്നിലും മിഥിലയിലെ പൗരന്മാരും വിവാഹത്തിനായി ഉയർന്ന വിവാഹവേദിയിലുമിരുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കല്യാണമണ്ഡപമായിരുന്നു. സങ്കീർണമായി കലാപരവും ആഡംബരസമൃദ്ധവുമായ അലങ്കാരങ്ങൾ കൊണ്ട് അത് സവിശേഷ ശോഭ വഹിച്ചിരുന്നു. അതെല്ലാം തന്നെ സ്വർണവും വെള്ളിയും പുഷ്പങ്ങളും പട്ടും തോരണങ്ങളും കൊടികളും അലങ്കാരപ്പണിയുള്ള ദീപസ്തംഭങ്ങളും തൂണുകളും കമാനങ്ങളും പച്ചിലക്കൂട്ടങ്ങളുമായിരുന്നു. ഒരിക്കൽ നോക്കിയാൽ പിന്നോട് കണ്ണെടുക്കാത്ത നിലയിലായിരുന്നു അതിലെ ഓരോ അലങ്കാരവും. വിസ്തൃതമായ ആ വിവാഹമണ്ഡപം ബന്ധുക്കളാലും ശുഭാശംസകന്മാരാലും നിറന്നുകവിഞ്ഞിരുന്നു. മിഥില തന്നെ ആ വിവാഹാഘോഷത്തിന്റെ ഹർഷം അനുഭവിക്കുകയാണെന്നും അവളുടെ സ്വന്തമെന്ന നിലയിൽ അഭിമാനപൂർവ്വം അതാസ്വദിക്കുകയാണെന്നും തോന്നി. ഉടനെ ദശരഥൻ എഴുന്നേറ്റ് കുലഗുരുവായ വസിഷ്ഠനെ മര്യാദപൂർവ്വം ഓർമ്മിപ്പിച്ചു, നമ്മൾ എന്തിനാണ് വൈകുന്നത്? ഇത് കേട്ട് ജനകൻ വസിഷ്ഠന്റെ മുമ്പിൽ കൈകൂപ്പിനിന്ന് വിവാഹച്ചടങ്ങുകൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. വസിഷ്ഠൻ സമ്മതിച്ചു. ഈ ശുഭകർമ്മത്തിന് അനുഗുണമായ വിധം വൈദിക പണ്ഡിതന്മാരും വിദഗ്ധന്മാരും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കെ വേദിയുടെ മധ്യത്തിൽ വസിഷ്ഠൻ വിശ്വാമിത്രനോടും ശതാനന്ദനോടും കൂടി യാഗാഗ്നി ജലിപ്പിച്ചു. അഗ്നികുണ്ഡത്തിനു ചുറ്റും പുഷ്പങ്ങളാലും ചന്ദനത്താലും അലങ്കൃതവും നവധാന്യങ്ങളുടെ ഇളമുളകൾ നിറച്ചതുമായ സ്വർണ്ണത്തളികകൾ വെച്ചു. ധൂപക്കൂട്ടികൾ, യജ്ഞാഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ കോരിയൊഴിക്കാനുള്ള പരിശുദ്ധമായ കരണ്ടികൾ, കനകജലപാത്രങ്ങൾ, കോപ്പകൾ മുതലായ ഈ കർമ്മത്തിനാവശ്യമായ സാധനങ്ങളും ഉണ്ടായിരുന്നു. ശാസ്ത്രോക്തപ്രകാരം കുശപ്പുല്ല് നിലത്ത് വിരിച്ച് അനന്തരം അവർ വധുവരന്മാർക്ക് ക്ഷേമവും സുഖവും ഉറപ്പുവരുത്തുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലേക്കർപ്പിക്കാൻ ആരംഭിച്ചു. ഓരോ കർമ്മവും ശ്രദ്ധയോടും ശരിയായും നിർവഹിക്കപ്പെട്ടു. വിവാഹികാരംഭത്തെ കുറിക്കുന്ന മംഗലസൂത്രങ്ങൾ രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും മണിബന്ധത്തിൽ കെട്ടി. കന്യാദാനം. അടുത്ത ക്രിയ കന്യാദാനമായിരുന്നു. വസിഷ്ഠൻ ജനകനെ മുന്നോട്ടു വരാൻ വിളിച്ചു. രാജകീയമായ വേഷവും ആഭരണങ്ങളും അണിഞ്ഞ ജനകൻ യാഗാഗ്നിശാലയുടെ അടുത്തുവന്നു. മഹർഷിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹം സീതയുടെ കൈപിടിച്ച് രാമന്റെ കൈകളിലർപ്പിച്ചു. അദ്ദേഹം ആനന്ദബാഷ്പം പൊഴിച്ചു. ക്ഷേമത്തെ കുറിക്കുന്ന ഒരു നാളികേരം ആദ്യമേ രാമന്റെ കൈയിൽ വെച്ചിരുന്നു. സീതയുടെ കൈകൾ അവിടെ വെച്ചതോടുകൂടി ജനകൻ കന്യാദാനത്തിന്റെ ചടങ്ങെന്ന നിലയിൽ ആ കൈകൾമേൽ പാലൊഴിച്ചു. ആ സമയത്ത് ജനകൻ രാമനോടിങ്ങനെ പറഞ്ഞു, രാമാ, ഇതാ എന്റെ മകൾ സീത. ഈ വിവാഹനിമിഷം മുതൽ അവൾ നിന്റെ ധാർമ്മിക പദത്തിൽ സഞ്ചരിക്കും. അവളെ സ്വീകരിക്കൂ. അവൾ ക്ഷേമം, ശാന്തി, ആനന്ദം ഇവ കൊണ്ടുവരും. നിന്റെ കൈകൊണ്ട് അവളുടെ കൈപിടിക്കൂ. ഈ നിമിഷം മുതൽ എന്നും അവൾ നിന്റെ നിഴലാണ്. ഈ വാക്കുകളോടുകൂടി കന്യാദാനത്തിന്റെ സൂചനയെന്ന നിലയിൽ
അദ്ദേഹം രാമന്റെ കൈകൾമേൽ ജലമൊഴിച്ചു. പിന്നെ ലക്ഷ്മണ സമീപം വന്ന് അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണാ, ഞാൻ എന്റെ പുത്രി ഊർമിളയെ തരുന്നു. അവളെ സ്വീകരിക്കൂ. ശാസ്ത്രോക്തമായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് വരൻ അവളെ ദാനം ചെയ്യുന്ന ചടങ്ങ് അദ്ദേഹം നിർവഹിച്ചു. ഇതുപോലെ തന്നെ അദ്ദേഹം ഭരതനെ സമീപിച്ച് വിവാഹമന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് മാണ്ഡവിയെ ഭരതന് വധുവായി ദാനം ചെയ്തു. ഇതേ രീതിയിൽ തന്നെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും തീർത്ഥജലം പകർന്നും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും ദാനം ചെയ്തു. ഇതിനുശേഷം വേദജ്ഞന്മാരായ പണ്ഡിതന്മാർ വിവാഹിതരുടെ മേൽ ഈശ്വരാനുഗ്രഹമുണ്ടാവാൻ ചെയ്യാറുള്ള ചടങ്ങുകളും ക്രിയകളും മുഴുമിച്ചു. ജനകൻ എഴുന്നേറ്റ് വേദിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വരന്മാരെ ഇങ്ങനെ അറിയിച്ചു, വത്സന്മാരെ, ഞങ്ങളുടെ പുത്രികൾ നിങ്ങളുടെ ഗൃഹനാഥകളായി അവരോധിക്കപ്പെടുകയാണ്. അതിനുള്ള ശുഭമുഹൂർത്തം സമാഗതമായി. അദ്ദേഹം പറഞ്ഞ പ്രകാരം അനുഗ്രഹത്തോടും അംഗീകാരത്തോടും കൂടി 4 സഹോദരന്മാരും തങ്ങളുടെ വധുക്കളുടെ കൈപിടിച്ച് ആദ്യം യാഗാഗ്നിയെയും പിന്നെ ജനകനെയും കുലഗുരു വസിഷ്ഠനെയും വലം വയ്ക്കുകയും അവരെ നമസ്കരിക്കുകയും ചെയ്തു. അവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പുഷ്പവർഷമുണ്ടായി. പലതരം സംഗീതോപകരണങ്ങളിൽ നിന്നും സംഗീതമുയർന്നു. ആ പ്രശസ്തമായ സദസ്സ് അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മയെയും ആശംസിച്ചു. അവരുടെ തലയിൽ ധാന്യമണികൾ എറിഞ്ഞു. ശുഭം ശുഭം എന്നു പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആർത്താരവം ആകാശത്തെ പിടിച്ചുകുലുക്കി. അത് എല്ലാ ചെവികളിലും ആനന്ദം നിറച്ചു. ദേവകൾ സ്വർഗ്ഗത്തിൽ നിന്ന് ദിവ്യസംഗീതം ആലപിച്ചു. ഹർഷോന്മത്തരായ ആഹ്ലാദതിമിർപ്പിൽ ദേവവാദ്യം മുഴക്കി. സ്വർഗ്ഗഗായകന്മാർ സ്തുതിഗീതം പാടി. വേദിയിൽ കൊട്ടാരം ഗായകന്മാർ വിവാഹഘോഷത്തിന്റെ ഗാംഭീര്യത്തെ വർണ്ണിച്ച് ശിവന്റെയും ഗൗരിയുടെയും വിവാഹത്തിനു തുല്യമാണെന്ന് പുകഴ്ത്തിക്കൊണ്ട് പരമ്പരാഗതമായി പാടിവരുന്ന പാട്ടുകൾ പാടി. 4 സഹോദരന്മാരും വധുക്കളോടൊപ്പം ആ മഹാസഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് നിന്നു. സദസ്സിന്റെ എന്നെന്നും സുഖമായിരിക്കട്ടെ, ശുഭമായതെല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ തുടങ്ങിയ ആശംസകൾക്കും ആഹ്ലാദാരവങ്ങൾക്കും അംഗീകാരമായി അവർ അതിനെ വണങ്ങി. തങ്ങളുടെ ആരോഗ്യം, വീര്യം, സൗന്ദര്യം മുതലായവയുടെ ഉജ്ജ്വലപ്രഭയുള്ള ആ രാജകുമാരന്മാർ വധുക്കളോടൊന്നിച്ച് മാതാപിതാക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. അമ്മമാർ മറയ്ക്ക് പിന്നിലിരുന്ന് വിവാഹചടങ്ങുകൾ വീക്ഷിക്കുകയായിരുന്നു. വധുവരന്മാർ അവരെ നമസ്കരിക്കുകയും അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്തു. അനന്തരം അവർ തങ്ങൾക്ക് താമസിക്കാനായി ഏർപ്പാട് ചെയ്തിരുന്ന കൊട്ടാരങ്ങളിലേക്ക് പോയി. അന്നു തുടങ്ങി 3 ദിവസത്തേക്ക് ആഹ്ലാദപൂർണമായ വിവിധതരം ചടങ്ങുകളും ഉത്സവങ്ങളും ഉണ്ടായി. അങ്ങനെ ആ ഘട്ടത്തിൽ മിഥിലയിൽ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേർന്ന അയോധ്യക്കാർക്കും മിഥിലാനിവാസികൾക്കും രാവും പകലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇടതവറ്റ ആഘോഷമായിരുന്നു അവിടെ. വിവാഹത്തിന്റെ പിറ്റേ ദിവസം വിശ്വാമിത്രൻ ദശരഥന്റെ സമീപം ചെന്നു. അദ്ദേഹം സഹോദരന്മാരെ അടുത്തു വിളിച്ചു. വർദ്ധിച്ച വാത്സല്യത്തോടുകൂടി അവരെ ഓമനിച്ചു. ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അനന്തരം ദശരഥന്റെ നേരെ തിരിഞ്ഞ് ഹിമാലയ പ്രദേശത്തേക്ക് പോകാനുള്ള തന്റെ ഉദ്ദേശം പ്രസ്താവിച്ചു. ഇത് കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വിശ്വാമിത്രൻ പിന്നെ ജനകന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു എന്നു പറഞ്ഞു. അദ്ദേഹം ജനകൻ, സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവരെയെല്ലാം അനുഗ്രഹിച്ചു. താൻ ഹിമാലയത്തിലേക്ക് യാത്രയാവുകയാണെന്ന് അവരെ അറിയിച്ചു. ദശരഥനും ജനകനും അയോധ്യയിലെയും മിഥിലയിലെയും മറ്റനേകം പേർക്കും മനോവിഷമമുണ്ടായി. മഹർഷിയെ പോകാൻ അനുവദിക്കുകയോ അവിടെത്തന്നെ താമസിക്കാൻ അപേക്ഷിക്കുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവരുടെ കൃതജ്ഞതയുടെ ഭാരം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച് അദ്ദേഹം സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാദപാംസുകളെടുത്ത് അവർ തലയണിഞ്ഞു. മിഥിലയുടെ ദുഃഖം. 3-ാം ദിവസം അയോധ്യയിലേക്ക് പോകണമെന്ന് ദശരഥൻ പ്രസ്താവിച്ചപ്പോൾ ജനകൻ യാതൊരു മുടക്കവും പറഞ്ഞില്ല. അദ്ദേഹം മടക്കയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വധുക്കളെ അനുഗമിക്കേണ്ട രാജസ്തുതി പാഠകന്മാർ, തോഴികൾ, ദാസികൾ എന്നിവരെ ഒരുക്കി നിർത്തി. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ച് അനേകം രഥങ്ങളിൽ നിറച്ചു. അനേകം ആനകൾ, രഥങ്ങൾ, കുതിരകൾ, പശുക്കൾ എന്നിവ സമ്മാനങ്ങളായി കൊടുത്തു. ജാമാതാക്കന്മാർക്ക് ആദരണങ്ങളും അമൂല്യങ്ങളായ രത്നങ്ങളും ധാരാളം കൊടുത്തു. കൂടാതെ ദൈനംദിനാവശ്യങ്ങൾക്കുള്ള പലതരം സാധനങ്ങളും സമ്മാനങ്ങളായി നൽകി. പിറ്റേ ദിവസം രഥങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി. കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങളും കണ്ണീർ വാർത്തു. മാത്രമല്ല, മിഥിലാനഗരത്തിലെ മുഴുവൻ സ്ത്രീകളും ആ 4 രാജകുമാരിമാരുടെയും വിരഹത്തിൽ വിലപിച്ചു. സീതയിൽ നിന്നും ഊർമിളയിൽ നിന്നുമുള്ള വിരഹവേദന സഹിക്കാനാവാതെ ഒട്ടേറെ വൃദ്ധകളായ ആയമാരും ദാസിമാരും മറ്റും വല്ലാതെ തകർന്നുപോയി. അമ്മമാർ ജാമാതാക്കന്മാരുടെ കൈപിടിച്ചു ശാന്തമായും സ്നേഹപൂർണമായും തമനപേക്ഷിച്ചു. അവർ യാതൊരലലും അറിഞ്ഞവരല്ല. മൃദുവായും വളർന്നുവന്നവരാണവർ. അവർ ദയനീയമായി കരഞ്ഞു. ഒടുവിൽ അവർ രഥത്തിൽ കയറി. രഥം മുന്നോട്ടേക്ക് നീങ്ങി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ എത്ര ആനന്ദത്തോടുകൂടിയാണോ നഗരം കഴിഞ്ഞത്, ഇപ്പോൾ അതേ അളവിൽ അത് ഗ്ലാനികൊണ്ട് പൂർണ്ണമായി.
പിതാവിന്റെ നൊമ്പരം. സീതയുമായി വിട്ടുപിരിയാൻ ജനകൻ വളരെ പ്രയാസമായിരുന്നു. അദ്ദേഹം കണ്ണീരടക്കുവാൻ കഴിയുവിധം ശ്രമിച്ചു. സീതയുടെ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം കുറേ ദൂരത്തോളം ദശരഥനോടൊത്തുപോയി. സീതയോട് സ്നേഹോദാരമായി പെരുമാറണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. സീതയുടെ ക്ഷേമവിവരം തന്നെ കൂടെ കൂടെ അറിയിക്കണമെന്ന് അദ്ദേഹം കണ്ണീരോടുകൂടി അപേക്ഷിച്ചു. മറ്റുള്ള വധുക്കളെപ്പറ്റിയും അദ്ദേഹം ഉത്കണ്ഠ പ്രദർശിപ്പിച്ചു. ഇതിനെല്ലാം വളരെ സഹാനുഭൂതിയോടുകൂടിയ പ്രതികരണമാണ് ദശരഥനിൽ നിന്നുണ്ടായത്. ജനകന്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖം ശമിപ്പിക്കുന്നതിനും ആവുന്നതും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനക, ഞങ്ങൾക്ക് സ്വന്തമായി പെൺകുട്ടികളില്ല. അപ്പോൾ വാത്സല്യപൂർവ്വം ഓമനിക്കുവാൻ ഞങ്ങൾ എത്രയും ആഗ്രഹിച്ചത് ഈ കുട്ടികളെയാണ്. ഞങ്ങൾക്കിവർ പുത്രികളും പുത്രഭാര്യമാരുമാണ്. അവർക്കൊരു അസൗകര്യവും വരികയില്ല. അവരുടെ ആനന്ദത്തിനും സുഖത്തിനും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം അവർക്ക് ലഭിക്കും. ലേശം പോലും അസ്വസ്ഥമാവുകയോ ദുഃഖിക്കുകയോ വേണ്ട. അവർക്കു നേരെ ഞങ്ങളുടെ പ്രേമവും വാത്സല്യവും ധാരാളമുണ്ടായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോവുക. ജനകൻ ചക്രവർത്തിയുടെ രഥത്തിൽ നിന്നുമിറങ്ങി വധുക്കളെ സമീപിച്ചു. അവർ വരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. തങ്ങളെ അതുവരെ വളരെ പ്രേമത്തോടുകൂടി പോറ്റിവളർത്തിയ ഗൃഹത്തിൽ നിന്നുമുള്ള വിരഹത്തിന്റെ വേദന സഹിക്കുവാൻ അദ്ദേഹം പല വഴിയും ഉപദേശിച്ച് അവരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ധൈര്യം പ്രദാനം ചെയ്തു. ഭർത്താവിനോടും ഭർത്തൃബന്ധുക്കളോടും ഭക്തിയോടുകൂടിയിരിക്കണമെന്നുപദേശിക്കുന്ന അനേകം ധർമ്മശാസ്ത്രപ്രമാണങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു. തങ്ങളിൽ ഓരോരുത്തരും ചെന്നുചേരുന്ന കുടുംബത്തിലെ വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. അവരുടെ ആദരപൂർണമായ നമസ്കാരം അദ്ദേഹം സ്വീകരിച്ചു. ഒരിക്കൽ കൂടി അവരെ തലോടി അനുഗ്രഹിച്ചു. മിഥിലയിലേക്ക് പോകാൻ അവരിൽ നിന്നും തിരിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. എന്നിരുന്നാലും അദ്ദേഹം തേരിൽ കയറി കൊട്ടാരത്തിലേക്ക് നീങ്ങി. രഥങ്ങൾ അയോധ്യയിലേക്കും മിഥിലയിലേക്കും യാത്രയായി. വളരെ വേഗം അവർ നാഴികക്കണക്കിൽ അകന്നു. ജനകൻ മിഥിലയിലെത്തിയപ്പോൾ രാജധാനിയിലെ മുറികൾ ശൂന്യമായിരുന്നു. ജീവിതത്തിന്റെ ഒരു ലക്ഷണവുമില്ലാതെ, ആനന്ദത്തിന്റെ തിളക്കമില്ലാതെ, ആഹ്ലാദത്തിന്റെ ശബ്ദമില്ലാതെ ഒരു ക്ഷണം പോലും അവിടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മിഥില ദുഃഖനഗരിയായി മാറിക്കഴിഞ്ഞിരുന്നു. ജനകൻ സദാനന്ദ മഹർഷിക്കും മന്ത്രിമാർക്കും ആളയച്ചു. ശോകത്തിന്റെ ഉദ്ഗമനത്തിൽ നിന്നും മനസ്സിനെ അല്പമെങ്കിലും മോചിപ്പിക്കുവാൻ വേണ്ടി കാര്യത്തിന്റെ പല വശങ്ങളും അവർ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തു. ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും ദുഃഖത്തിലേക്ക് അലയും. ചർച്ചയിൽ പൊന്തിവന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാത്ത മറുപടികളാണ് അദ്ദേഹം പലപ്പോഴും നൽകിയത്. ഇത് കണ്ടപ്പോൾ ഒരു മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, സീതയിൽ നിന്നുള്ള വിരഹം അങ്ങയുടെ ഹൃദയത്തിൽ കഠിനമായ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വിരഹത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒട്ടും രക്ഷ നേടാൻ സാധ്യമല്ല. പുത്രിയെ വരന് ദാനം ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ കാര്യം ആ പിതൃപുത്രീ ബന്ധം ക്രമേണ ലഘൂകരിച്ചുകൊണ്ടുവരികയാണ്. ഈ സംഗതി അങ്ങേക്ക് അറിയാത്തതല്ല. സീത സാധാരണ കന്യകയല്ലെന്ന് ഞങ്ങൾക്കറിയാം. അവൾ ദിവ്യകന്യകയാണ്. അതുകൊണ്ട് സീതയിൽ നിന്നുള്ള വിരഹം അങ്ങേക്ക് കൂടുതൽ വേദനയുണ്ടാക്കും. രാജാവേ, ഈ പുത്രികകൾ ജാമാതാക്കളും ദിവ്യതേജസ്സുള്ളവരാണ്. അവർ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങിവന്നവരാണെന്ന് തോന്നുന്നു. മിഥിലയിൽ ഓരോരുത്തർക്കും യുവാവിനും വൃദ്ധനും ആ ബോധ്യമുണ്ട്. അവരോട് ആദരവും കാട്ടിയിരുന്നു. ആ രീതിയിലുള്ള വന്മാർ അതേ രീതിയിലുള്ള വധുക്കളുമായി വിവാഹബന്ധത്തിലേർപ്പെടുക എന്നത് ആശയ